ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 13 ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടിയിൽ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നമുക്ക് തയ്യാറാക്കാൻ എളുപ്പമാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ സമയമൊക്കെ ഇല്ലാത്തവരാണ്, ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇത് തയ്യാറാക്കി എടുത്തു വെച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവ ഞാനിത് തലേദിവസം കുതിർക്കാൻ ഇട്ടതാണ്. അപ്പോൾ ഒരു 2 സ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ട് കഴുകിയിട്ട് നിങ്ങൾ കുതിർക്കാൻ ഇടുക. പിന്നെ കുതിർക്കാൻ ഇടുന്ന സമയത്ത് അത്യാവശ്യം കൂടുതലായിട്ട് വെള്ളം എടുക്കുക കേട്ടോ. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ എടുക്കുക. കാരണം നമുക്ക് ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഉലുവ കുതിർത്ത വെള്ളം തന്നെ നമുക്ക് എടുത്താൽ മതി. അതുകൊണ്ടാണ് കഴുകിയിട്ട് കുതിർക്കാൻ ഇടാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചായപ്പൊടിയാണ്. ടീ പൗഡർ ആണ് കേട്ടോ. ഒരു 2 സ്പൂൺ അളവിൽ നമ്മൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നിറച്ചും തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അത് മാത്രമല്ല, ചായപ്പൊടി എല്ലാവർക്കും അറിയാലോ, നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. 4 5 എണ്ണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിനകത്ത് ഗ്രാമ്പു ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാര്യങ്ങളും വരാതിരിക്കാനും പിന്നെ ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഉലുവ കുതിർക്കാനിട്ട വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത്, വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഉലുവ കുതിർക്കാൻ ഇടുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു സത്ത് മൊത്തം നമുക്ക് ആ വെള്ളത്തിൽ കിട്ടുന്ന ആ ഒരു സമയം വരെ നിങ്ങൾ തിളപ്പിച്ചെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 മിനിറ്റ് കറക്റ്റ് അല്ല, ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ആ ഒരു സമയം നോക്കിയിട്ട് നിങ്ങൾ നോക്കുക. പിന്നെ നമ്മുടെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തിളച്ച് വരുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു ഗ്ലാസ് ആവുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. പിന്നെ അരിച്ചെടുക്കുന്ന സമയത്ത് ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും ചോദിക്കുന്നതാണ് അരിപ്പയിൽ അരിച്ചെടുത്തൂടെ എന്നുള്ളതൊക്കെ. അരിപ്പയിൽ അരിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണിയിലാകുമ്പോൾ ഒരു പൊടി പോലും ഇല്ലാണ്ട് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ അത് മാത്രം ലാസ്റ്റ് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുണി ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾ അരിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ്റെ പ്രശ്നം കുറയ്ക്കാനും മുടി നല്ല ഉള്ളോടുകൂടി വളരാനും സഹായിക്കുന്ന ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് ഇത്. അപ്പോൾ ഇനി നമുക്കിത് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ എടുത്ത പോലെയുള്ള സ്പ്രേ ബോട്ടിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കാട്ടോ. നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. പിന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, കൈ കൊണ്ട് ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഇത് നമ്മുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിൽ നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ ദിവസത്തെ പാക്കൊക്കെ ചെയ്തിട്ട് ചെറിയൊരു ഡ്രൈനസ് എന്തായാലും ഉണ്ടാവും. വലിയ രീതിയിലുള്ള ഡ്രൈനസ് അല്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് ഏതെങ്കിലും പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയി പോകും. അപ്പോൾ കുറഞ്ഞ അളവിൽ ഓയിൽ തേക്കുക. ഒരുപാട് അളവിലൊന്നും വേണ്ട കേട്ടോ, കുറഞ്ഞ അളവിൽ ഓയിൽ എടുക്കുക. സ്കാൽപ്പിലും മുടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് വാട്ടറിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ചായപ്പൊടി ചേർത്തിട്ടുണ്ട്, അത് മാത്രമല്ല ഉലുവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഡ്രൈനസ് ഉണ്ടാക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് അത്. അപ്പോൾ അതിനകത്ത് ഡ്രൈനസ് ഒഴിവാക്കാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻസും നമ്മൾ അതിനകത്തേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിൽ സ്കാൽപ്പിലും മുടിയിലും തേച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഡ്രൈ ഹെയറുകാരൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ ഓയിൽ തേക്കാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും നമ്മുടെ ചലഞ്ചിൽ ഓരോ പാക്ക് ചെയ്യുമ്പോഴും ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നതാണ്. അപ്പം ഞാനിത് കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മുടി മുമ്പോട്ടേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ചാൽ മതി. സ്കാൽപ്പിൽ നന്നായിട്ട് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് മുടി കൊഴിച്ചിൽ താരൻ അങ്ങനത്തെ പ്രശ്നം കുറയണമെങ്കിൽ സ്കാൽപ്പിൽ നമ്മൾ തേച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുള്ള ബോട്ടിലുണ്ടെങ്കിൽ അത് മതി. എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ് ബോട്ടിൽ എവിടെ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ളത്. ഞാൻ ലിങ്ക് തരാൻ പറ്റില്ല, ഓൺലൈനായിട്ടല്ല കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് സ്പ്രേ ബോട്ടിൽ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് റിപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് പിന്നീട് നോക്കുമ്പോൾ കമൻറ്റ് കാണുന്നില്ല. ഞാൻ കുറച്ച് തിരക്കായിരുന്നു, കുറേ കമൻറ്റ്സുകൾ ബാക്കി ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പം
നമ്മുടെ കെരാറ്റിൻ്റെ പാക്കാണെന്ന് തോന്നുന്നു ചെയ്തിട്ട് ചെറിയൊരു ചൊറിച്ചിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് അതിനകത്ത് മറുപടി കൊടുത്തു ഞാൻ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് പാക്ക് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞിട്ടാണ് ചൊറിച്ചിൽ വരുന്നതെങ്കിൽ ചിലപ്പം പാക്ക് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് മൊത്തമായിട്ട് പോകാതിരുന്നത്, അത് പ്രത്യേകിച്ച് ഉലുവ ഉഴുന്ന് അങ്ങനത്തെ പാക്കുകളാകുമ്പോൾ ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പാക്ക് ഇട്ട പാടും ഇങ്ങനെ ചൊറിച്ചിലുണ്ടായി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാക്ക് ഇട്ട് ഒരു 2-3 മിനിറ്റ് നേരം ചൊറിച്ചിൽ വന്നു, പിന്നെ അത് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പാക്ക് ഇട്ടിട്ട് മുഴുവൻ സമയം അങ്ങനെ ചൊറിച്ചിലും അത് കഴിഞ്ഞിട്ടും ഭയങ്കരമായിട്ട് ചൊറിച്ചിലും ഇറിറ്റേഷൻ ആണെങ്കിൽ ഒരിക്കലും നിങ്ങളത് ഉപയോഗിക്കരുത് കേട്ടോ. ചിലപ്പോൾ ഉഴുന്നോ ഉലുവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ സ്കാൽപ്പിന് മുടിക്കും ചേരായികയുണ്ടോ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. പക്ഷെ ചൊറിച്ചിലുണ്ടായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അത് അങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ല. കാരണം നമ്മുടെ സ്കാൽപ്പിൽ ഇച്ചിങ്ങിൻ്റെ പ്രശ്നം താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചൊറിച്ചിൽ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ഞാനത് പിന്നെ കുറച്ച് തിരക്കായിപ്പോയി, പിന്നെ കൊടുക്കാന്ന് പറയുമ്പോൾ എനിക്ക് ആ കമൻറ്റ് കാണുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ രീതിയിൽ ചൊറിച്ചിലൊക്കെ വന്നാൽ കുഴപ്പമില്ല, പക്ഷേ ശ്രദ്ധിക്കണം. അങ്ങനെ വലിയ രീതിയിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നീട് ഉപയോഗിക്കരുത്. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഹെയർ ഗ്രോത്ത് വാട്ടർ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്കിത് ടോണറായിട്ട് നൈറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു ടോണർ പിന്നെ നമുക്കങ്ങനെ നൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം ചായപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെയിൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് കിടക്കുന്ന സമയത്തൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ പാക്കായിട്ട് ഉപയോഗിച്ചിട്ട് കഴുകി കളയാൻ മാത്രമേ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഇത് എടുത്തു വെക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തയ്യാറാക്കിയിട്ട് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. പുറത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. നമ്മുടെ ചലഞ്ചൊക്കെ ചെയ്യുന്ന പിന്നെ ചലഞ്ച് മാത്രമല്ല നമ്മുടെ ഹെയർ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്ന ജോലിക്കൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് രാത്രിയൊക്കെയാണ് പാക്ക് ചെയ്യാൻ സമയം എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഹെയർ ഗ്രോത്ത് വാട്ടറൊക്കെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഉപയോഗിക്കട്ടെ. ഡെയിലി ഉപയോഗിക്കരുത്, ഒരു 2 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത് മുടിയിലേക്ക് തേക്കണം നിർബന്ധമൊന്നുമില്ല. മുടിയിൽ സ്പ്രേ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നന്നായിട്ട് അപ്പോൾ ഇത്ര അളവിലൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാനുള്ളതുണ്ടാവും. ഒരുപാടൊന്നും പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്കാൽപ്പിൽ എല്ലായിടത്തും സ്പ്രേ ചെയ്താൽ മതി. അത് നമ്മൾ സ്പ്രേ ബോട്ടിലാവുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കൈ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ അളവിൽ വരുമല്ലോ. ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെറ്റി കയറ പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പുതിയ മുടികൾ വളരാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് നിങ്ങൾ കെട്ടി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം എല്ലായിടത്തും ആവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ ഞാൻ മുടിയിൽ അധികം സ്പ്രേ ചെയ്തിട്ടില്ല, ഞാൻ സ്കാൽപ്പിൽ മാത്രമാണ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഹെയർ ഗ്രോത്ത് വാട്ടർ ഉപയോഗിച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെച്ചിട്ട് നിങ്ങൾ കഴുകുക കേട്ടോ. കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് താളിയൊന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. താളിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആദ്യം ഓയിൽ തേക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തേക്കണം, അല്ലെങ്കിൽ മുടി ഒരുപാട് ഡ്രൈ ആയിപ്പോൾ നമ്മളൊരു പരിധി കൂടുതൽ ഡ്രൈ ആയിപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 13ാമത്തെ ദിവസം നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് ഹെയർ സ്ട്രെങ്തനിങ് തേച്ചിട്ട് ചെറിയ രീതിയിലുള്ള ഒരു നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ 14ാമത്തെ ദിവസം നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. അന്ന് മുടിയെ ഫ്രീ ആയിട്ട് വിടുക. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് വെറുതെ വെള്ളത്തിൽ മുടി കഴുകുക, മുടി കഴുകാത്തവർക്ക് മുടി കഴിയേണ്ട ആവശ്യമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.